ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമല്ലേ ഒരു വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം വ്ളോഗ് ചെയ്യുന്നതിന് ഒരു ചെറിയ റീസണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റീസണൊക്കെ എന്താണെന്ന് നിങ്ങൾ പതുക്കെ അറിയുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഇൻട്രോ പറഞ്ഞാൽ അങ്ങോട്ട് ലേറ്റ് ആക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് J&S. ഇന്നലെ വരെ ലോങ് ഡേ ആയിരുന്നു. എനിക്ക് ഇനി അങ്ങോട്ട് നൈറ്റ് ആണ് വരുന്നത്. അപ്പൊ ഈ ലോങ് ഡേ മാറി നൈറ്റ് വരുന്നതിന്റെ ആ ഒരു ഇടയിൽ 4 ദിവസം എനിക്ക് ഹോളിഡേ ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആ 1ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് രാത്രി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ രാവിലെ വ്ളോഗ് ഒന്നും എടുക്കാനായിട്ട് ഞാൻ അങ്ങനെ വിട്ടു. എനിക്ക് രാവിലെ വ്ളോഗ് എടുക്കാനായിട്ട് വലിയ മൂടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാനൊന്ന് പുറത്തു പോയി വന്നപ്പോൾ ഞാൻ ഓർത്ത് എന്തുകൊണ്ട് വ്ളോഗ് നമുക്ക് എടുത്താലോ എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ വ്ളോഗ് എടുക്കാനായിട്ട് തുടങ്ങിയത്. പക്ഷെ തുടങ്ങിയപ്പോഴത്തേക്ക് രാത്രി ആയിരുന്നേ ഉള്ളൂ. എന്തായാലും എനിക്ക് ഉറക്കമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ലോങ് ഡേ കഴിഞ്ഞിട്ട് നൈറ്റിന് പോകാനായിട്ട് യൂഷ്വലി എനിക്ക് അങ്ങനെ ഉറക്കത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇത്രയും നാളായിട്ട് ഞാൻ ലോങ് ഡേ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കാരണം എൻ്റെ ഉറക്കം കുറച്ച് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് പാടുണ്ട്. ഇപ്പം സമയം 8:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഒരു 12-12:30 വരെ ഒന്ന് ഉണർന്നിരിക്കാന്നുള്ള രീതിയിലാണ് ഇന്നത്തെ എൻ്റെ എയിം. അപ്പം അതുവരെ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ രാവിലെ ഞാൻ എഴുന്നേക്കും. പിന്നെ എൻ്റെ നൈറ്റിൻ്റെ ആ ഒരു റൂട്ടിലോട്ട് വരത്തില്ല. അപ്പൊ അതിലും നല്ലത് ഞാനൊരു 12-12:30 വരെ ഒന്ന് ഉണർന്നിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ. അപ്പൊ നമുക്ക് ഇപ്പൊ തൊട്ടങ്ങോട്ട് 1 by 1 ആയിട്ട് ഓരോ ടാസ്കുകൾ ഉണ്ടാക്കിയിട്ട് അത് ചെയ്യാനായിട്ട് തുടങ്ങാവേ. അപ്പൊ ഒരു റീലിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് ഇനി നാട്ടിൽ പോകാനായിട്ട് ഇനി ആകെ 2 ആഴ്ചയും കൂടെ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അതെ ഗൈസ്, നമ്മൾ ഈ മാസം നാട്ടിൽ പോവാണ്. അപ്പൊ അതിന് നല്ല രീതിയിൽ എക്സൈറ്റ്മെന്റ് ഉണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഓർത്തുന്ന പിന്നെ എന്തുകൊണ്ട് വ്ളോഗൊക്കെ ചെയ്തുകൂടാന്നുള്ളത്. ഈ വീട്ടിൽ ഓണം കാണുമോ ഇല്ലേ എന്നുള്ളത് വലിയതായിട്ട് തീരുമാനിച്ചിട്ടില്ല. കാരണം എനിക്ക് അന്നത്തെ ദിവസം നൈറ്റ് ഉണ്ട്, എനിക്ക് തലേദിവസം നൈറ്റ് ഉണ്ട്. അപ്പോൾ ഓണസദ്യ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഓണ സെലിബ്രേഷൻ നമ്മുടെ വീട്ടിൽ കാണത്തില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പം ഇരിക്കുന്നത്. ഇനി ലാസ്റ്റ് മിനിറ്റ് വല്ലതും വെച്ചാലേ ഉള്ളൂ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്കിനി വരുന്നത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കാം. ഈ ഒരു ബുക്ക് ഉണ്ടല്ലോ, ഞാൻ TK Maxx എന്നാണ് മേടിച്ചത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബുക്കായിരുന്നു. ഇത് ജേർണലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയൊരു ബുക്കാണ് കേട്ടോ. ജേർണലിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അങ്ങനത്തെ കുറച്ച് ഈ ഒരു ഡയറി ടൈപ്പ് ഒക്കെ എഴുതുന്ന രീതിയിലുള്ള ഒരു ബുക്കാണേ. അപ്പം ഞാൻ ഇതിനെ എഴുതാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് തൊട്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ മന്ത് വരുന്നതിൻ്റെയൊക്കെ മുന്നേ ഇങ്ങനെ അങ്ങനത്തെ ഒരു കോട്ട്സ് ഒക്കെ എഴുതും. അപ്പം ഞാനാണെങ്കിൽ August 1 തൊട്ട് ഇങ്ങനത്തെ ബൈബിൾ കോട്ട്സ് ഒക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്നേരം വായിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതി വെക്കും. പിന്നെ എന്തെങ്കിലും നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രെയിം ചെയ്ത് വെക്കും. അപ്പോൾ ആ മൊമെന്റ് എന്താണെന്നുള്ള ഇങ്ങനെ ഷെഫീൽഡിൽ നമ്മളുണ്ടായിരുന്ന സമയത്ത് ആമസോണിൽ വർക്ക് ചെയ്ത ആളാണ് കേട്ടോ ഇത്. ജിമ്മൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അവൻ്റെ പേര് അനന്തു എന്നാണ്. അപ്പോൾ അനന്തു വന്ന സമയത്ത് നമ്മളെടുത്തൊരു ഫോട്ടോ ആയിരുന്നു ഇത്. അങ്ങനെ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ദിവസം മൈൽസ്ഫോർഡ് പള്ളി പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെയും ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് ഫില്ലൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സിനകത്താണ് നമ്മുടെ ഈ ഫുൾ ഒരു ബൈബിൾ കോട്ട്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് തെമൂന്നാണ് കേട്ടോ മേടിച്ചത്. തെമൂന്നാണ് ഈ കാർഡ്സ് ഒക്കെ വന്നേക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാർഡ്സ് ഒക്കെ എവിടെ നിന്നാണെന്നുള്ളത്. അപ്പോൾ ഇത് തെമൂന്നാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഈ ഒരു എഴുതുന്ന പെന്നും കാര്യങ്ങളൊക്കെ ഞാൻ TK Maxx തന്നെയാണ് മേടിച്ചത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെന്നും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു ഫോട്ടോ പ്രിന്റ് എടുത്തത് ഈ ഒരു മിനി പ്രിന്ററാണ്. അപ്പോൾ ഈ ഒരു മിനി പ്രിന്ററിൻ്റെ ഞാൻ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ഞാൻ തെമൂന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്ററാണ്. അപ്പോൾ ഞാനത് ഇന്നത്തെ ഒരു മൊമെൻ്റ് ഉണ്ട്, അതപ്പോൾ അത് ഞാൻ പ്രിന്റ് ചെയ്യുമ്പോൾ ഞാൻ ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ പ്രിന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഒരു റീലിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്നുള്ളത്. ഇതിങ്ങനെ ഞാൻ എടുത്തിട്ട് ഇവിടെ ഈ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഈ ഒരു ഫോട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ പ്രിന്ററിൻ്റെ അവിടെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ഇത് പ്രിൻ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു മൊമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ പോയ മൊമെന്റ് എനിക്ക് ഇവിടെ ഒട്ടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ഇവിടെ സ്പേസ് ഇല്ല കേട്ടോ. ഈ സാറ്റർഡേ സൺഡേയിലൊന്നും നമുക്ക് ഒട്ടിക്കാനായിട്ട് പറ്റത്തേ ഇല്ല. നമ്മൾ ഈ ഐൽസ്ഫോർഡ് പള്ളി പോയതും സൺഡേയിലാണ്. അപ്പം സൺഡേയിൽ എനിക്ക് ഒട്ടിക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് മൺഡേയിൽ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ട്യൂസ്ഡേയിൽ അത് ഒട്ടിച്ച് വെച്ചത്. അപ്പം ഈ ഒരു ഫോട്ടോയും നാളെ അല്ലെങ്കിൽ നാളത്തെ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും ഒട്ടിക്കാനായിട്ട് പോകുന്നത്.
അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ ബുക്കിനങ്ങ് അടച്ചാലോ, കാരണം ഈ പരിപാടി കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇനി കിടന്ന് ഉറങ്ങാനായിട്ട് പോവാണേ. നാളെ രാവിലെ എഴുന്നേക്കണം. അപ്പം നാളെ നമുക്ക് ബാക്കി കാണാം. ടാറ്റാ. ഇന്നലെ ഞാൻ കിടക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു. എന്തൊക്കെയായിരുന്നു 12 മണി അല്ലെങ്കിൽ 12:30 ആകുമ്പോൾ കിടക്കണമെന്ന് ട്രൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ 11 മണിയായപ്പോഴത്തേക്കും ഫ്ലാറ്റായി. കാരണം എനിക്ക് ഉറക്കം പിന്നെ അങ്ങോട്ട് ഒട്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കിടന്ന് ഉറങ്ങി. വീഡിയോയുടെ ഇത്ര നേരമായിട്ട് നിങ്ങൾ അച്ഛനെ കണ്ടില്ലേ? വേറെ ഒന്നും കൊണ്ടല്ല, അച്ഛനെ നൈറ്റ് ഷിഫ്റ്റ് ആണ്. അച്ഛനെ ഇന്നലെ നൈറ്റ് ഉണ്ടായിരുന്നു, ഇന്നും നൈറ്റ് ഉണ്ട്. അപ്പോൾ അച്ചു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു, നേരെ കിടന്ന് ഉറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും കഴിച്ചില്ല. കാരണം അച്ചു വന്നു കഴിഞ്ഞിട്ട് കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ എഴുന്നേറ്റത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 9 ഡ്യൂട്ടിക്ക് ഞാൻ ആ റൂട്ടീനിലോട്ട് വരണമെങ്കിൽ ലീറ്റിട്ട് എണീറ്റാലേ നടക്കത്തുള്ളൂ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഇന്നലെ ഡിന്നറൊന്നും കഴിക്കാതെയാണ് കേട്ടോ കിടന്നുറങ്ങിയത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വിശന്നുകൊണ്ടാണ് ഞാൻ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്, എൻ്റെ ആ സിങ്കിൻ്റെ താഴെ ഇരിക്കുന്ന ആ ഒരു ഷെൽഫ് ഉണ്ടല്ലോ, ആ ഒരു ഷെൽഫ് നല്ല വൃത്തിക്ക് വെക്കാവുന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ഇരിക്കുന്നത്. അത് നേരത്തെ ഞാൻ നല്ല രീതിയിലായിരുന്നു ഇരുന്നത്, പക്ഷേ ഇങ്ങനെ ഓർഗനൈസേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് ഈ പ്രാവശ്യം നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്നുള്ളത്, ക്ലീനിങ് സ്റ്റാഫ്സ് എല്ലാം ഒരുമിച്ച് വെക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഓരോ ഓർഗനൈസർ ആ ഒരു പാട്ടയ്ക്കകത്താണ് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ക്ലീനിങ് ലിക്വിഡ്സ് ആണ് ഇത്രയും സാധനങ്ങൾ. അപ്പോൾ ഇതിനെല്ലാത്തിനും ഞാനൊരു റൊട്ടേറ്റിംഗ് ഓർഗനൈസർ ഉണ്ട്. ഈ ഒരു ഓർഗനൈസറിനകത്താണ് ഈ ഒരു ക്ലീനിങ് സാധനങ്ങളെല്ലാം വെച്ചേക്കുന്നത്. കാരണം ഞാൻ എപ്പോഴെപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അതെല്ലാം. ഡെറ്റോൾ മാത്രമേ ഉള്ളൂ എപ്പോഴും ഉപയോഗിക്കാതിരിക്കുന്നത്, ബാക്കിയെല്ലാം എപ്പോഴെപ്പോഴും ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ചിലതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതാകുമ്പം എനിക്ക് ലാസ്റ്റ് മിനിറ്റ് ആ ഒരു ഹറിബറി മൂഡിലോട്ട് വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചിലതൊക്കെ ഞാൻ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ്. അതിലൊന്നാണ് ആ ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡ്, പിന്നെ ആ ഒരു ക്ലോത്ത് സ്പ്രേയും. ആ ഒരു ഷെൽഫിൽ തന്നെയാണ് കേട്ടോ ചെടിക്കുള്ള ആ ഒരു പ്ലാന്റ് പോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുന്നത്. അങ്ങനെയെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് ഓർഗനൈസ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ കാണാനായിട്ട് നല്ല രസമില്ലേ? അപ്പോൾ ആ അടിയിലിരിക്കുന്ന ആ ഒരു ബ്ലൂ കളർ സാധനം, അത് ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ഷെൽഫിലോട്ട് വെക്കുന്ന സാധനമാണ്. പിന്നെ എക്സ്ട്രാ വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് വെച്ചത്. ഇനിയിപ്പോൾ നമുക്ക് പ്ലാന്റ് കെയറിലോട്ട് പോവാം. അപ്പോൾ എൻ്റെ അലോവേറ നിങ്ങൾ കണ്ടല്ലോ, നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. എന്താ പറ്റിയെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ആ അലോവേറയുടെ മണ്ണൊക്കെ നല്ല രീതിയിലൊന്ന് ആക്കിയെടുത്തിട്ട് ബാക്കി എല്ലാ പ്ലാന്റ്സിനും നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ഞാൻ വെച്ചേക്കണം, ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി. പിന്നെ എന്നിട്ട് വേണമല്ലോ നമുക്ക് പ്ലാന്റ് പോട്ട്സിലോട്ട് എടുത്ത് വെക്കണം. അപ്പോൾ പ്ലാന്റ് പോട്ട്സ് ആ ഒരു ടൈമിൽ ഞാനെല്ലാം ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ലഞ്ചൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ച് കഴിച്ചിട്ട് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. എൻ്റെ ഒരു ഓണത്തിന് ഞാൻ ഇടാൻ പോകുന്നൊരു സാരി ഞാൻ തെരേസാസ് ലണ്ടൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു സാരി. ഇതിനകത്ത് സാരി ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ചേറെ ദിവസമായി. ഞാൻ ഇപ്പോഴാണ് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കുന്നത്. ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കിയാലോ? ഇത് ജസ്റ്റ് ഇൻവോയ്സ് ആണ്, ഓർഡർ കൺഫർമേഷൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇതാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അറിയത്തില്ല മെറ്റീരിയലൊക്കെ എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, ഇതാണ് അപ്പോൾ സാരി. ഇത് ഒറ്റ നോട്ടത്തിൽ എനിക്ക് കണ്ട ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പീകോക്ക് ഡിസൈൻ സാരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാരി മേടിച്ചത്. പിന്നെ ഈ ഒരു ഡിസൈൻ എനിക്ക് എൻ്റെ കയ്യിലില്ലായിരുന്നു. പിന്നെ ഇതിനോട് ഞാൻ ഏത് ബ്ലൗസ് ഇടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് പോകുന്നത് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ബ്ലൗസാണ്. അപ്പോൾ ബ്ലൂ ബ്ലൗസ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഗ്രീൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഗ്രീൻ എനിക്ക് മേടിക്കണമെന്നുണ്ട്. എന്തായാലും ഞാനൊന്ന് മേടിച്ച് നോക്കട്ടെ. അപ്പം ഇതാണ് എൻ്റെ ഒരു ഓണപ്പരിപാടിക്ക് ഇടാനുള്ള ഒരു സാരി. കണ്ടോ, ഇത് ഞാൻ നീർത്ത് വെക്കുന്നില്ല. ഇപ്പം നീർത്ത് വെച്ചാൽ എനിക്ക് മടക്കി വെക്കാൻ അറിയത്തില്ല. അപ്പം ഞാൻ ഓർത്ത് ഇപ്പം നീർത്ത് കാണിക്കുന്നില്ല, ഞാൻ ഉടുക്കുന്ന ടൈമിൽ ഞാൻ നീർത്ത് കാണിക്കാവേ. നാളത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് കേട്ടോ കഴിക്കുന്നത്. ഫോറേജ് എന്നാണ് ഇട്ടേക്കുന്നത്, ഓട്സ് ആണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഓവർനൈറ്റ് ഓട്സ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് ഓവർനൈറ്റ് ഓട്സ് ചെറിയ രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്യാവേ. നമുക്ക് ഇതിനകത്ത് ചിയ സീഡ്സ് ഇടണേ. അപ്പൊ നമുക്കത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാലിൽ ഇത് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ചിയ സീഡും ഓട്സും ഞാൻ പാലിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കി നോക്കാം. അപ്പൊ ഞാൻ ഇനി കിടന്ന് ഉറങ്ങാനായിട്ട് പോവാണേ. അപ്പൊ നാളെ നമുക്ക് വേറൊരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജിയ ആൻഡ് സൈനിങ് ഓഫ്. ബൈ.